നാളികേര സമൃദ്ധമായിരുന്ന നമ്മുടെ കേരളം എത്ര സുന്ദരമായിരുന്നു. ആരും കൊതിക്കുന്ന കാലാവസ്ഥ, സമൃദ്ധമായ മഴ, നമ്മുടെ ഞാറ്റുവേലകൾ, ശുദ്ധമായ വെള്ളം, വിശാലമായ വയലുകൾ, സ്വർഗമെന്ന് തോന്നിച്ച ഹൈറേഞ്ചുകൾ, വിശാലമായ തീരപ്രദേശം, ആരോഗ്യമുള്ള ജനത, വിദ്യാഭ്യാസവും ദേശീയബോധവുമുള്ള ചെറുപ്പക്കാർ, തൃപ്തിയും സ്നേഹവും ഉണ്ടായിരുന്ന സമൂഹം. ഇതായിരുന്നു ഒരു കാലത്ത് കേരളം. നമ്മുടെ ഓണസ്വപ്നങ്ങളിലും ചരിത്ര പുസ്തകത്തിലുമുള്ള സുന്ദരമായ കൊച്ചു കേരളം. പക്ഷേ ഇന്നത്തെ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? നമസ്കാരം. നമ്മുടെ കേരളം വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഇനിയുള്ള 5 വർഷക്കാലം ആര് ഭരിക്കണമെന്ന നിർണായകമായ തീരുമാനമാണ് മെയ് 16 നമ്മൾ ഓരോരുത്തരും എടുക്കുന്നത്. 1957 മുതൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും മറ്റു പാർട്ടികളുമൊക്കെ മുന്നണി ഉണ്ടാക്കി കേരളത്തെ ഭരിക്കുന്നു. ഇവരുടെ ഭരണം മലയാളികൾ സഹിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷത്തോളമായി. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, നിങ്ങൾ രണ്ടും ഒന്നല്ലേ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, നിങ്ങൾ രണ്ടും ഒന്നല്ലേ. ഇടതും വലതും മതിയായേ, ഇല്ല നിങ്ങൾക്ക് വോട്ടില്ല. കട്ടും വെട്ടിയും മുടിച്ചില്ലേ, ഇല്ല നിങ്ങൾക്ക് മാപ്പില്ല. താനേ തന്നേ തന്നാനേ നാനന്നേ, താനേ തന്നേ തന്നാനേ നാനന്നേ, താനേ തന്നേ തന്നാനേ നാനന്നേ, താനേ തന്നേ തന്നാനേ നാനന്നേ. നമ്മുടെ നാട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്ന കേരളത്തെ ഇടതും വലതും ചേർന്ന് കുട്ടിച്ചോറാക്കിയില്ലേ? വർഗീയ പ്രീണനം നടത്തി ഭിന്നിപ്പിച്ചില്ലേ? അടിസ്ഥാന സൗകര്യങ്ങളിൽ, കാർഷിക മേഖലയിൽ, വികസന പദ്ധതികളിൽ, ക്ഷേമ പ്രവർത്തനങ്ങളിൽ, ആരോഗ്യ ശുചിത്വ മേഖലയിൽ, തൊഴിൽ നൽകുന്നതിൽ, സ്ത്രീകളുടെ സുരക്ഷയിൽ എന്നുവേണ്ട സർവ്വതിലും കേരളം വഴിമുട്ടി നിൽക്കുകയാണ്. സാമുദായികമായി നമ്മളെ ഭിന്നിപ്പിച്ച് നാളുകളായി അധികാരം ചെയ്യുന്ന 2 മുന്നണികളെയും തൂത്തെറിയുന്നതാവണം ഇത്തവണത്തെ ജനവിധി. വഴിമുട്ടിയ കേരളത്തിന് വഴികാട്ടാൻ BJP മാത്രമേ ഉള്ളൂ. അതിനാവണം നിങ്ങളുടെ വോട്ട്. ഓട്ടൻ തുള്ളലിൽ നേരുകൾ പറയും, അതുകൊണ്ടാരും ഖേദിക്കരുത്. ഓട്ടൻ തുള്ളലിൽ നേരുകൾ പറയും, അതുകൊണ്ടാരും ഖേദിക്കരുത്. കേരള നാടിൻ രാഷ്ട്രീയ കഥ പറയാൻ പോയാൽ നാണക്കേടാ. കേരള നാടിൻ രാഷ്ട്രീയ കഥ പറയാൻ പോയാൽ നാണക്കേടാ. വെള്ളക്കാരെ ഓടിച്ചിട്ട് കൊള്ളക്കാര് കേറിയിരിപ്പു, വെള്ളക്കാരെ ഓടിച്ചിട്ട് കൊള്ളക്കാര് കയറിയിരിപ്പു. വികസനമെന്ന വാഗ്ദാനങ്ങൾ കേരള മക്കൾ കേട്ടുമടുത്തു, വികസനമെന്ന വാഗ്ദാനങ്ങൾ കേരള മക്കൾ കേട്ടുമടുത്തു. റോഡില്ലിവിടെ തോടില്ലിവിടെ മാലിന്യത്തിൻ നാറ്റം മാത്രം, റോഡില്ലിവിടെ തോടില്ലിവിടെ മാലിന്യത്തിൻ നാറ്റം മാത്രം. വികസനമെന്ന പേരു പറഞ്ഞ് പദ്ധതി പലതും ഉദ്ഘാടിച്ചു, വികസനമെന്ന പേരു പറഞ്ഞ് പദ്ധതി പലതും ഉദ്ഘാടിച്ചു. കൊച്ചിക്കാരുടെ മെട്രോ സ്വപ്നം തൂണുകൾ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു, കൊച്ചിക്കാരുടെ മെട്രോ സ്വപ്നം തൂണുകൾ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തു. ജംബോ ജെറ്റിൻ ലാൻഡിംഗ് കാണാൻ കണ്ണൂർകാരോ ഓടിക്കൂടി, ജംബോ ജെറ്റിൻ ലാൻഡിംഗ് കാണാൻ കണ്ണൂർകാരോ ഓടിക്കൂടി. റബ്ബറിൻ തൈയിൽ മരുന്നു തളിക്കും കോപ്റ്റർ ഇറക്കി മുഖ്യൻ മുങ്ങി, റബ്ബറിൻ തൈയിൽ മരുന്നു തളിക്കും കോപ്റ്റർ ഇറക്കി മുഖ്യൻ മുങ്ങി. ഇത് കണ്ടയ്യോ വിഴിഞ്ഞംകാര് രാവും പകലും കാവലിരിപ്പു, ഇത് കണ്ടയ്യോ വിഴിഞ്ഞംകാര് രാവും പകലും കാവലിരിപ്പു. കാരണം എന്താ? ഹൈ, എന്താണോ നോക്കിയിരുന്നില്ലെങ്കിലേ കടലാസിന്റെ തോണിയിറക്കി നമ്മുടെ മുഖ്യൻ ഉദ്ഘാടിക്കും, കടലാസിന്റെ തോണിയിറക്കി നമ്മുടെ മുഖ്യൻ ഉദ്ഘാടിക്കും. UDF നാറിയ ഭരണം കേരള മക്കൾ കണ്ടുമടുത്തു, UDF
LDF നാറിയ ഭരണം കേരള മക്കൾ കണ്ടുമടുത്തു. ഇടതും വലതും മാറി ഭരിച്ചു 60 വർഷം കട്ടുമുടിച്ചു. ഇടതും വലതും മാറി ഭരിച്ചു 60 വർഷം കട്ടുമുടിച്ചു. അയ്യോ എന്തൊരു നാണക്കേട്, കേരള നാടിൻ മാനക്കേട്. അയ്യോ എന്തൊരു നാണക്കേട്, കേരള നാടിൻ മാനക്കേട്. കേരളത്തിലെ 60 വർഷത്തെ മുന്നണി ഭരണത്തിൽ നാട്ടിലെ കൃഷിയിടങ്ങൾ ഇല്ലാതായി. കൃഷിക്കാരന് വരുമാനമില്ല. കടം കൂടിയും വിളകൾക്ക് ന്യായവില കിട്ടാതെയും 500-ൽ പരം കർഷകർ ആത്മഹത്യ ചെയ്തു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ആനുകൂല്യം നേടിയെടുക്കാൻ പോലും ഇവർക്കായില്ല. കൃത്യമായ മാസങ്ങളിലൊന്നും കർഷക പെൻഷൻ കിട്ടുന്നേയില്ല. അരിക്കും പച്ചക്കറിക്കും തമിഴ്നാടിനെയും ആന്ധ്രയെയും ആശ്രയിക്കേണ്ട ഗതികേട് മലയാളിക്കുണ്ടാക്കിയത് ഇത്രയും നാൾ മാറി മാറി ഭരിച്ച ഈ ഇടതു വലതു മുന്നണികളല്ലേ? വിത മുതൽ കണ്ട് വിളവെടുപ്പ് വരെ കർഷകരെ ഇടനിലക്കാർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥരും ഗവൺമെന്റും ഒത്തുകളിക്കും. സംസ്ഥാനത്ത് 50 വർഷം മുമ്പുണ്ടായിരുന്ന റോഡുകളും വഴികളും മറ്റുമല്ലാതെ എന്തു പുരോഗതിയാണ് ഇതുവരെ ഭരിച്ചവർ ഉണ്ടാക്കിയത്? ഇടുങ്ങിയ ദേശീയപാതകളും റോഡുകളും മരണക്കെണികളായി. എത്രയോ കാലമായി ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത്. ഈ റോഡ് കൂടെ വരിക ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്ര ആള് ചത്താലും ജീവിച്ചാലും ആർക്കും ഒരു പ്രശ്നമല്ല. കൊച്ചു പിള്ളേർക്ക് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. വഴിമുട്ടിയ കേരളം, വഴി കാട്ടാൻ BJP. യാത്രാ സൗകര്യങ്ങളിൽ തമിഴ്നാടും ആന്ധ്രയും മഹാരാഷ്ട്രയും ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ ഏറെ വളർന്നു. വെറും 10 വർഷം കൊണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള റോഡുകളും ഫ്ലൈ ഓവറുകളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാഥാർത്ഥ്യമാക്കിയത് ഈ പാർട്ടിയുടെ ഭരണ മികവാണ്. ജനനന്മ ലക്ഷ്യമിട്ടുള്ള BJPയുടെ പ്രവർത്തനമാണ്. 5 ആണ്ട് വീതം മാറി മാറി ഭരിക്കാമെന്നിവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ 2 കൂട്ടരും അഴിമതിയും ധാർഷ്ട്യവും കാണിക്കുന്നത്. ബാർ ലൈസൻസ് അനുവദിക്കാൻ കോഴ, സോളാർ അഴിമതി, ബജറ്റ് തന്നെ വിറ്റുവെന്ന ആരോപണം, പൊതുമരാമത്ത് വകുപ്പിലെ അഴിമതി, അങ്ങനെ എത്ര എണ്ണം. ഇനി റേഷന്റെ കാര്യം എടുത്താലോ? നല്ല അരിയും ഗോതമ്പുമൊക്കെ ഇടനിലക്കാർ മറിച്ചു വിൽക്കുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കും. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാനെന്ന പേരിൽ ഇടത് സർക്കാർ പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണം നടത്തി. SNC ലാവലിൻ അഴിമതിയിൽ പൊതുഖജനാവിന് നഷ്ടം 300 കോടിയിലേറെ രൂപ. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് കേസിൽ CPIM-ന്റെ പ്രമുഖ നേതാവ് പ്രതിയായി. കേരളം പവർ കട്ടിൽ തന്നെ തുടർന്നു. UDF ആകട്ടെ സോളാർ അഴിമതിയിലൂടെ കേരളത്തിന്റെ മാനവും വിറ്റു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോൺഗ്രസ് MP-യും ഉൾപ്പെടെയുള്ളവർ സംശയത്തിന്റെ നിഴലിലായി. ജനങ്ങളോടുള്ള ഇവരുടെ ഈ വെല്ലുവിളി ഇത്തവണ അവസാനിപ്പിച്ചേ പറ്റൂ. വഴിമുട്ടിയ കേരളം, വഴി കാട്ടാൻ BJP. വെറും 10 വർഷം കൊണ്ട് ഗുജറാത്ത് വൈദ്യുതി മിച്ച സംസ്ഥാനമായി. ഗുജറാത്തിലെ സോളാർ പദ്ധതികൾ രാജ്യത്തെ മികച്ച ഊർജ മാതൃകകളായി. ഇത്രയും സർക്കാരുകൾ മാറി വന്നിട്ട് ഇവിടെ നടക്കുന്ന എന്താ? നല്ലൊരു സംസ്കരണ പ്ലാന്റ് ഇന്നേരം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നഗരവും നദികളും മാലിന്യ കൂമ്പാരമാണ്. ഇക്കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണാൻ സംസ്ഥാന ഭരണവും നഗരഭരണവും കൈയാളുന്ന ഇടതു വലതു മുന്നണികൾക്കായില്ല. തലസ്ഥാനത്ത് വിളപ്പിൽശാലയിലും കൊച്ചിയിലെ ബ്രഹ്മപുരത്തും കോഴിക്കോട്ടെ ഞെളിയമ്പറമ്പിലും കുന്നുകൂടുന്ന അഴുകിയ മാലിന്യങ്ങൾ ഭൂഗർഭ ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നു. നാട്ടുകാരിൽ തീരാരോഗങ്ങളും വ്യാധികളും പകർത്തുന്നു. വഴിമുട്ടിയ കേരളം, വഴി കാട്ടാൻ BJP. ഇവിടെയും ശ്രീ നരേന്ദ്രമോദി തന്നെ മാതൃക. ശുചിത്വമുള്ള ഭാരതത്തിനായി പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങിയ സ്വച്ഛ് ഭാരത് രാജ്യത്തെ സാധാരണക്കാർ ഏറ്റെടുത്തു. ഗുജറാത്തിൽ മലിനമായി ഒഴുകിയിരുന്ന സബർമതി നദി ശുദ്ധമായ ജലസ്രോതസ്സാക്കിയ BJPയുടെ ഇച്ഛാശക്തി ഇന്ന് രാജ്യത്തെ പുഴകളും നദികളും കുളങ്ങളും സംരക്ഷിക്കുന്ന ബൃഹത് സംരംഭമായിരിക്കും. കാസർകോട്ടെ എൻമകജയിലടക്കം എൻഡോസൾഫാൻ എന്ന മാരക വിഷം തളിച്ച് 100 കണക്കിന് കുടുംബങ്ങളെയും അവരുടെ തലമുറകളെയും ജനിതക വൈകല്യങ്ങളിലേക്കും ക്യാൻസറിലേക്കും തള്ളിവിട്ടത് ഭരണത്തിലിരുന്ന ഇരു മുന്നണികളുമല്ലേ? UDF ഗവൺമെന്റ് ബിവറേജസ് കോർപ്പറേഷൻ നിലനിർത്തിക്കൊണ്ട് ബാറുകൾ പൂട്ടി. അതായത് മദ്യവിൽപ്പനയുടെ കുത്തക ലാഭം സർക്കാരിൻ്റേത് മാത്രമാക്കി.
സർക്കാർ മുൻകൈയെടുത്ത് ജനങ്ങളെ കുടിപ്പിക്കുക. ആ വരുമാനവും നികുതിയും കൊണ്ട് ചിലവ് നടത്തുക. ഇങ്ങനെ മുന്നോട്ടു പോകുന്ന ഏത് നാടുണ്ടാകും ഈ ലോകത്ത്? വിദ്യാഭ്യാസത്തിലും തൊഴിൽ മേഖലയിലും ആരോഗ്യരംഗത്തും കേരളം രാജ്യത്ത് പിന്നോക്കമായി. എയ്ഡഡ് സ്കൂളുകൾ വോട്ടിനു വേണ്ടിയുള്ള ന്യൂനപക്ഷ പ്രീണനം മാത്രമായി. ഫലമോ വിദ്യാഭ്യാസത്തിന് നിലവാരമില്ലാതായി. പഠിച്ച് ഡിഗ്രിയോ PGയോ എടുത്താലും നാട്ടിൽ നല്ല ജോലിക്ക് അവസരമില്ല. പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ കേരളം ഇന്ന് 20ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ്, നഴ്സിംഗ് എന്നീ കോഴ്സുകൾ 80% സ്വകാര്യ മേഖലയിലായി. IT മേഖലയിൽ വൻ തൊഴിലവസരമെന്ന് കൊട്ടിഘോഷിച്ച് 2004 തുടങ്ങിയതാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. 12 വർഷങ്ങൾക്കിപ്പുറം കെട്ടിടം പണിയുടെ ഒരു ഘട്ടം മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. IT-യിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈയും പൂനെയുമൊക്കെ ബഹുദൂരം മുന്നിലെത്തി. വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ BJP. കോൺഗ്രസും CPM-ഉം വികസനമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്ത് വികസനമാണ് ഇവർ മാറി മാറി ഭരിച്ചിട്ട് ഇവിടെ ഉണ്ടായത്? എന്നാൽ നമുക്കും നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടത് 1-2 വർഷമല്ല, കഴിഞ്ഞ 60 വർഷങ്ങളാണ്. കേരളം ഇരു മുന്നണികളോടും പറയുന്നു, മാപ്പില്ല നിങ്ങൾക്കൊരു കാലത്തും. വേലയുമില്ല കൂലിയുമില്ല സമരങ്ങൾക്കോ പഞ്ഞവുമില്ല. വേലയുമില്ല കൂലിയുമില്ല സമരങ്ങൾക്കോ പഞ്ഞവുമില്ല. തൊഴിലാളികളുടെ നന്മയ്ക്കായി പലരും പണ്ട് ചെങ്കൊടിയേന്തി. തൊഴിലാളികളുടെ നന്മയ്ക്കായി പലരും പണ്ട് ചെങ്കൊടിയേന്തി. കേരള നാട്ടിലെ ഫാക്ടറി പലതും ചെങ്കൊടി കുത്തി പൂട്ടിക്കെട്ടി. കേരള നാട്ടിലെ ഫാക്ടറി പലതും ചെങ്കൊടി കുത്തി പൂട്ടിക്കെട്ടി. തൊഴിലാളികളുടെ പേര് പറഞ്ഞ് കോടികൾ വാങ്ങിയിട്ട് നേതാക്കന്മാർ ഭൂഷകളായി. തൊഴിലാളികളുടെ പേര് പറഞ്ഞ് നേതാക്കന്മാർ ഭൂഷകളായി. ഭൂസമരത്തിൻ പേരു പറഞ്ഞ് വോട്ടുകൾ നേടിയ ഇടതു സഖാക്കൾ. ഭൂസമരത്തിൻ പേരു പറഞ്ഞ് വോട്ടുകൾ നേടിയ ഇടതു സഖാക്കൾ. കർഷക ഭൂമി പാടം വയല് മണ്ണിട്ടു നികത്താൻ കോഴകൾ വാങ്ങി. കർഷക ഭൂമി പാടം വയല് മണ്ണിട്ടു നികത്താൻ കോഴകൾ വാങ്ങി. തൊഴിലില്ലിവിടെ പണമില്ലിവിടെ ചെറുപ്പക്കാരോ കപ്പലുകൾ കയറി. തൊഴിലില്ലിവിടെ പണമില്ലിവിടെ ചെറുപ്പക്കാരോ കപ്പലു കയറി. കേരളമെന്നത് കേട്ടാലമ്പോ വ്യവസായികളോ ഓടിയൊളിക്കും. കേരളമെന്നത് കേട്ടാലമ്പോ വ്യവസായികളോ ഓടിയൊളിക്കും. ഇടതും വലതും ചേർന്നു ഭരിച്ച് നമ്മുടെ നാട് പെരുവഴിയായി. ഇടതും വലതും ചേർന്നു ഭരിച്ച് നമ്മുടെ നാട് പെരുവഴിയായി. വ്യവസായം, വികസനം, കാർഷിക പുരോഗതി ഇവയിലൊന്നും കേരളം ഭരിച്ച ഇരു മുന്നണികൾക്കും പ്രായോഗികമായ ഒരു നയവും ഉണ്ടായില്ല. പത്രങ്ങളിലൂടെയും റേഡിയോയിലൂടെയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സഹായം ചെയ്യണമെന്ന്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഞങ്ങളുടെ കയ്യിലൊന്നും കിട്ടിയിട്ടില്ല. സർക്കാർ ഭൂമി വികസന ആവശ്യങ്ങൾക്ക് ന്യായമായി ഉപയോഗിക്കാൻ ഇച്ഛാശക്തിയുള്ളവർ ഭരിച്ചില്ല എന്നതാണ് സത്യം. സർക്കാർ തലത്തിലെ കഴിവുകേടും ചുവപ്പുനാടയും കൈക്കൂലിയും നിക്ഷേപകരെ കേരളത്തിൽ നിന്നകറ്റി. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലും സുരക്ഷിതരായി വ്യവസായങ്ങൾ തുടങ്ങി. ഏറ്റവും ഒടുവിൽ കൊച്ചിയിലെ LNG പദ്ധതി തന്നെ നോക്കൂ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദവും ലാഭത്തിലുള്ള ബിസിനസ്സുമായി LNG പദ്ധതികൾ. കൊച്ചി LNG ആകട്ടെ പ്രതിവർഷം 400 കോടി നഷ്ടത്തിലും. ഒരു മേഖലയിലും ശോഭിക്കാതെ സംസ്ഥാനം ദരിദ്രമായതോടെ ജോലി തേടി യുവാക്കൾക്ക് നാടുവിടേണ്ട അവസ്ഥ വന്നു. 35 ലക്ഷം മലയാളികളാണ് നല്ല ജീവിതം തേടി സംസ്ഥാനത്തിന് പുറത്തുപോയത്. ഇതിനപ്പുറം ഭീകരമായ ദുരന്തമാണ് മാർക്സിസ്റ്റ് പാർട്ടി 34 വർഷം ഭരിച്ച ബംഗാളിലുണ്ടായത്. 28,000-ഓളം പേർ കൂട്ടക്കൊലയ്ക്കിരയായി. CPM-ന്റെ അക്രമ രാഷ്ട്രീയം ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ നിരാലംബരാക്കി. 10,000-കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി. കിട്ടുന്ന കൂലിക്ക് പണിയെടുക്കാൻ ബംഗാളികൾ കേരളത്തിലേക്കടക്കം വണ്ടി കയറി. കാലഹരണപ്പെട്ട ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഓരോ നാടിനെയും നാട്ടുകാരെയും എങ്ങനെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ബംഗാളികളുടെ ഈ ദയനീയ അവസ്ഥ. വഴിമുട്ടിയ കേരളം വഴികാട്ടാൻ BJP. വർഗീയതയല്ല, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയമാണ് BJP-യുടേത്. ഓരോ മലയാളിക്കും അന്നം വേണം, വെള്ളം വേണം, മണ്ണ് വേണം, തൊഴിൽ വേണം. ഈ നാട്ടിൽ തുല്യനീതി ഉണ്ടാകണം. അതാണ് BJP-യുടെ ലക്ഷ്യം.
കഴിഞ്ഞ 60 കൊല്ലത്തെ ഇടത് വലത് സർക്കാരുകളുടെ ബജറ്റിന്റെ ആനുകൂല്യവും പദ്ധതികളുടെ നേട്ടവുമൊക്കെ ന്യൂനപക്ഷത്തെ ചിലർക്ക് മാത്രമായിരുന്നു. രണ്ട് മുന്നണികൾ അധികാരത്തിൽ വരുമ്പോഴൊക്കെ മത്സരിച്ച് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചു. എത്ര പാവപ്പെട്ടവനായാലും ഭൂരിപക്ഷ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന സ്ഥിതിയായി. അതേസമയം സംസ്ഥാനത്തെ ആദിവാസി ദളിത് വിഭാഗത്തിലെ ഭൂരിഭാഗത്തിനും ഇന്നും കിടക്കാനൊരിടമില്ല. കഴിഞ്ഞ 15 വർഷത്തിനിടെ 200ഓളം ആദിവാസികളാണ് പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം മരിച്ചത്. സംസ്ഥാനത്ത് ആദിവാസി ദളിത് വിഭാഗങ്ങൾ ജനസംഖ്യയുടെ കേവലം 2-3% മാത്രമാണ്. അവർ സംഘടിതരല്ല, അതുകൊണ്ട് ആനുകൂല്യങ്ങളുമില്ല. മറ്റ് സംസ്ഥാനങ്ങൾ പലതും നടപ്പാക്കിയ വനാവകാശ നിയമം കേരളത്തിൽ ഇരുമുന്നണികളും ബോധപൂർവം അട്ടിമറിച്ചു. വനസമ്പത്തിലും വനവിഭവങ്ങളിലും വനഭൂമിയിലും ആദിവാസികൾക്ക് അവകാശം നൽകണമെന്നാണ് BJPയുടെ പ്രഖ്യാപിത നിലപാട്. ഇത് വെറും പ്രഖ്യാപനമല്ല. BJP ഭരിക്കുന്ന ഝാർഖണ്ഡിലും മധ്യപ്രദേശിലും ചുരുങ്ങിയ കാലം കൊണ്ട് ആദിവാസി ദളിത് സമുദായത്തിന് വന്ന മാറ്റം നോക്കൂ. ഈ വിഭാഗത്തിലെ കുട്ടികൾ പഠിക്കുന്നത് മികച്ച അന്തരീക്ഷത്തിലാണ്. സഹജീവികളെ കരുതലോടെ കാണുന്ന സർക്കാരും ഉദ്യോഗസ്ഥരും. സംശയമുള്ളവർക്ക് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് വരാം, ബോധ്യപ്പെടാം. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ വനബന്ധു കല്യാൺ യോജന ഈ മാറ്റങ്ങൾക്ക് വേഗം പകരുന്നു. परिवर्तन का संकेत लेकर के आया है, हवा का रुख दिखाता है। भाइयों बहनों, केरल में कभी UDF कभी NDF हो चुका, बहुत हो चुका। अब केरल की चुनाव नहीं है, अब चुनाव दिल्ली का है। क्या हम एक प्रयोग कर सकते हैं? हम केरल के लोग सोचे, आप बुद्धिमान लोग हैं, पढ़े लिखे, सोचिए केरल में जो सरकार है चलती है, चलने दिल्ली में बैठी हुई भाजपा की सरकार केरल का कितना भला करती है और केरल में बैठी हुई केरल की सरकार कितना भला करती है, दोनों के बीच में हिसाब किताब हो जाए, विकास की स्पर्धा हो जाए, हम आपकी भलाई के लिए काम करें, वो भी आपकी भलाई के लिए काम करें। मैं दावे से कहता हूं, जो काम पिछले 60 साल में उन्होंने नहीं किया, वो काम मैं 60 महीने में करके दूंगा। आपने मुझे प्यार दिया, सम्मान दिया है, आपने उत्साह और मन दिया है, मैं आपको वादा करता हूं, मैं केरल का विकास करके त्याग समेत इस प्यार को लौटाऊंगा। मैं केरल की भारतीय जनता पार्टी को, मैं केरल के नागरिकों को उनकी जागरूकता के लिए बहुत बहुत बधाई देता हूं, बहुत बहुत अभिनंदन करता हूं। കേന്ദ്രം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി സർക്കാരിനെ നോക്കൂ. UPA സർക്കാരിന്റെ കാലത്ത് അഴിമതിയുടെ പര്യായമായി മാറിയ തൊഴിലുറപ്പ് പദ്ധതിയെ മോദി സർക്കാർ സുതാര്യമാക്കി. വരുമാനം ബാങ്ക് അക്കൗണ്ട് വഴിയാക്കി. പാവപ്പെട്ടവന് കൂലി ഉറപ്പാക്കി. ഇടനിലക്കാരുടെ ചൂഷണം അവസാനിപ്പിച്ചു. BJP സർക്കാർ വന്നതോടെ ഭാരതത്തിൽ ഇന്ന് ഏതൊരു പൗരനും ജീവിക്കാമെന്ന് ആത്മവിശ്വാസമുണ്ട്. കാരണം കേന്ദ്ര ബജറ്റിലെ വികസന പദ്ധതികളുടെ ഗുണം ഓരോ പൗരനും നേരിട്ട് അനുഭവിക്കുന്നു. യാതൊരു ഈടും നൽകാതെ 10 ലക്ഷം രൂപ വരെ ലോണെടുത്ത് ചെറിയ കച്ചവടമോ തൊഴിലോ ചെയ്യാനും അന്തസ്സായി ജീവിക്കാനും ലക്ഷക്കണക്കിന് ആളുകളെ പ്രാപ്തരാക്കിയ മുദ്രയോജന. പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സുകന്യ സമൃദ്ധി യോജന രാജ്യത്തിന്റെ ഓരോ കോണിലും എത്തിച്ചു. പ്രധാനമന്ത്രി മുന്നോട്ടുവെച്ച മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി രാജ്യത്തെ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലോക മാർക്കറ്റ് കാണിച്ചു കൊടുക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് സർക്കാർ സംവിധാനം സുതാര്യമാക്കുന്നു. പ്രധാനമന്ത്രി പ്രത്യേക താൽപര്യമെടുത്ത ഫസൽ ഭീമ യോജന ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. വരൂ, കാണൂ. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കർഷകർ ഇന്നൊറ്റയ്ക്കല്ല. അവർക്ക് വിളനഷ്ടമുണ്ടായാൽ കേന്ദ്രത്തിലെ BJP സർക്കാരുണ്ട് ആശ്വാസത്തിന്, താങ്ങായും താങ്ങി നിർത്താനും. ഇതാണ് വികസനം, ഇതായിരിക്കണം ഭരണം. കേന്ദ്രത്തിലെ BJP സർക്കാർ അത് തെളിയിക്കുന്നു. വികസിത രാജ്യങ്ങൾ പോലും സാമ്പത്തിക മാന്ദ്യത്തിൽ ഉലഞ്ഞപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വളർച്ച ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. മോദിജി അധികാരത്തിൽ വന്ന് 2 വർഷത്തിനകം 7.6% വളർച്ച കൈവരിച്ച്
ചൈനയെ മറികടന്ന് അതിവേഗം കുതിക്കുന്ന സമ്പദ്ഘടനയായി ഇന്ത്യ. സമ്പത്തിലും ശക്തിയിലും ലോകത്തിന്റെ നെറുകയിലെത്തുകയാണ് ഭാരതത്തിന്റെ ലക്ഷ്യം. മോദി സർക്കാരിന്റെ അസാമാന്യ ധൈര്യത്തെ ലോകം ആദരവോടെ നോക്കുന്നു. ആ ദീർഘവീക്ഷണത്തിന് ലോക നേതാക്കൾ കൈയടിക്കുന്നു. ശ്രീമതി സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായ ശേഷം മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ അന്യരാജ്യങ്ങളിൽ സുരക്ഷിത ബോധത്തോടെ ജീവിക്കുന്നു. ലിബിയയിൽ ISIS ഭീകരരുടെ തടവറയിലായ മലയാളി നേഴ്സുമാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ നാട്ടിലെത്തിച്ച ഇന്ത്യയുടെ നയതന്ത്രത്തെ ലോകം മുഴുവൻ അംഗീകരിച്ചു. സൗദി അറേബ്യയിൽ വീട്ടുതടങ്കലിൽ ക്രൂരമായ പീഡനങ്ങൾക്കിരയായ മലയാളി ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ മണിക്കൂറുകൾക്കുള്ളിൽ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതും കേന്ദ്രത്തിലെ BJP സർക്കാരാണ്. സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും BJP അധികാരത്തിൽ വരണമെന്ന് സാധാരണക്കാരും യുവജനങ്ങളും ആഗ്രഹിക്കുന്നു. കേരളം മാറി ചിന്തിക്കുന്നതിന്റെ പ്രതിഫലനമാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളമാകമാനം കണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-നെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളി BJP മുഖ്യ പ്രതിപക്ഷമായി. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ BJP ഭരിക്കുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണചക്രം തിരിക്കുന്നതും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പാർട്ടിയുടെ ഏറിവരുന്ന ഈ ജനസ്വാധീനത്തെയും സ്വീകാര്യതയെയും തകർക്കാൻ ഇടതും വലതും ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യുഗപ്രഭാവനായ ശ്രീ നരേന്ദ്രമോദിജിയുടെ രാജ്യതന്ത്രജ്ഞതയ്ക്കും ദീർഘവീക്ഷണത്തിനുമൊപ്പം ഇച്ഛാശക്തിയോടെ മുന്നേറുകയാണ് കേരളത്തിലെ കരുത്തുറ്റ BJP നേതൃത്വം. മേഘങ്ങളെ കീറിമുറിച്ച് സൂര്യൻ പുറത്തു വരിക തന്നെ ചെയ്യും. കേരളത്തിൽ താമര വിരിയുക തന്നെ ചെയ്യും. ഭാരതത്തെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഇന്ന് BJP മാത്രമേയുള്ളൂ. ദൃഢവും ഊഷ്മളവുമായ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിലൂടെയേ ഏത് നാടിനും മുന്നേറാനാവും. മറ്റൊരു കേരളം സാധ്യമാണ്. അത് BJP-യിലൂടെ മാത്രം. ഓരോ വോട്ടും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ വരും തലമുറ അടിമകളാകാതിരിക്കാൻ, സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാകാതിരിക്കാൻ. വഴിമുട്ടിയ കേരളത്തിന് വഴികാട്ടുകയാണ് BJP. താമരയുടെ ബട്ടണമർത്തി BJP-യെ വിജയിപ്പിക്കുക.